ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെവനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്ഛമ്മയും അതേപോലെ തന്നെ സച്ചിയും കൂടി ബസ് സ്റ്റോപ്പിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ രേവതിയുടെ വീട്ടിലെ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ദേവുവിൻ്റെ കല്യാണം അതിന് നീ തന്നെ മുൻകൈ എടുത്ത് നടത്തി കൊടുക്കണം. പിന്നെ അവിടെ ഉള്ളത് ഒരു ആൺകൊച്ചാണ്, പക്ഷെ എന്നാലും അതൊരു ചെറിയ ചെറുക്കനല്ലേ, പാവം ചെറുക്കൻ. ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി നല്ല മറുപടി കൊടുക്കണ്ടേ. പാവം ചെറുക്കൻ, എന്താണ് സച്ചി നീ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല അച്ഛമ്മേ, ഏതായാലും ദേവുവിൻ്റെ കല്യാണം ഞാൻ തന്നെ മുൻകൈ എടുത്ത് നടത്തി കൊടുത്തോളാം. രേവതിയുടെ കുടുംബം എൻ്റെ കുടുംബം പോലെ തന്നെയല്ലേ, അവളെ ഞാൻ ഒരിക്കലും കൈവിടില്ല അച്ഛമ്മേ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്കറിയാം സച്ചി, നീ നല്ലവനാണ്, നീ നല്ല മനസ്സിൻ്റെ ഉടമയാണ്. അതിന് കാരണം എന്തെന്നറിയാമോ? നിന്നെ വളർത്തിയത് ഞാനല്ലേടാ സച്ചി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ ഭയങ്കര സന്തോഷത്തോടെ പറയുക. അപ്പോൾ സച്ചിക്കും ഒരുപാട് സന്തോഷം തോന്നുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയിൽ ഊഞ്ഞാലെ കയറിയിരുന്ന് ഇങ്ങനെ ആടുകയാണ്. എല്ലാം കഴിഞ്ഞു, പക്ഷേ ഒരു സത്യവും തെളിഞ്ഞില്ല എന്നൊക്കെ ചിന്തിച്ച് അപ്പോൾ സുധിയും വന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ അമ്മ ഇരുന്ന് ഭയങ്കര സന്തോഷത്തോടെ മതിമറക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. അമ്മേ നമ്മൾ പിടിക്കപ്പെട്ടില്ല അമ്മേ. അതേടെ സുധി, ഞാൻ ആ കാര്യം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഏതായാലും നമ്മൾ പിടിക്കപ്പെട്ടില്ലല്ലോ. അതെ അതെ, അച്ചമ്മ പോലും മനസ്സിലാക്കിയില്ല അത് റോൾഡ് ഗോൾഡ് ആണെന്ന്. അപ്പോൾ നമ്മളല്ലേ അമ്മേ വിജയിച്ചത്? അതേ മോനെ, നമ്മൾ തന്നെയാണ് വിജയിച്ചത്. പക്ഷെ അമ്മ ഒരു കാര്യം കണ്ടായിരുന്നോ? റോൾഡ് ഗോൾഡും കഴുത്തിലിട്ടിട്ട് രേവതിയുടെ ഒരു ഗമ എല്ലാവരുടെ മുന്നിൽ ഗമ കളിച്ച് നടക്കുകയായിരുന്നില്ല അവള്? അതെ അതെ, ഗമ കളിച്ച് തന്നെ നടക്കുകയായിരുന്നു. പിന്നെ അമ്മേ, എനിക്ക് ഓഫീസിൽ പോകാനുള്ള സമയമായി. ഞാൻ ഏതായാലും പോട്ടെ, കാര്യങ്ങളെല്ലാം അവസാനിച്ചല്ലോ, ഇനി ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയും കൂടി നേരെ ഇറങ്ങുകയാണ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ദാ വരുന്നു സച്ചി. അപ്പോൾ സച്ചി നേരെ വീട്ടിലേക്ക് കയറി വാ ശ്രുതി, പെട്ടെന്ന് പോകണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എങ്ങോട്ട് പോകുന്നു നീ? അത് നല്ല ചോദ്യം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിൽ പോകണ്ടേ? എങ്കിലും നീ ഓഫീസിൽ പോകണ്ട. ഇത് കേട്ട് ശ്രുതിയാണെങ്കിൽ ഇവരെന്താ ഭ്രാന്താണോ? ഇവരെന്താ ഇങ്ങനെ പറയുന്നത്? അതേ, നിങ്ങളിപ്പോൾ ഏതായാലും ഇന്ന് ഓഫീസിൽ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആ കഥ അങ്ങോട്ട് മെയിൻ ഡോർ അങ്ങോട്ട് അടക്കുകയാണ്. അടക്കഴിഞ്ഞപ്പോഴേക്കും, എടാ സച്ചി, നീ അനാവശ്യം കാണിക്കാൻ നിൽക്കരുത്, കഥ ഓർക്കടാ. എടാ, ഞങ്ങൾക്ക് 100 കൂട്ടം ജോലിയുള്ളതാണ്. 100 കൂട്ടം ജോലിയൊക്കെ അവിടെ നിൽക്കട്ടെ മോനെ, എനിക്ക് ചില കാര്യങ്ങളെല്ലാം നിന്നോട് സംസാരിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് പറയുമ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആകെ പേടിയും തോന്നുക. നീ എന്തൊക്കെ, എനിക്കൊരു കാര്യം നിന്റെ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ കഥ തുറക്കാടാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈയും പിടിച്ച് വലിച്ചഴച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അച്ഛാ, ഇവൻ എന്താ കാണിക്കുന്നത്? എന്നെ ഓഫീസിൽ വിടാനും സമ്മതിക്കുന്നില്ല, ഇവൻ എന്താ കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. പറയാന്നേ. അപ്പോഴേക്കും ചന്ദ്ര, അല്ല നീ എന്താ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണോ? ഞാൻ പ്രശ്നം ഉണ്ടാക്കണത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം രേവതി, അതിങ്ങ് എടുത്തുകൊണ്ട് വാ രേവതി എന്ന് പറയുമ്പോൾ രേവതി ആ ഒരു സ്വർണ്ണാഭരണങ്ങളും എടുത്തുകൊണ്ട് വരികയാണ്. സ്വർണ്ണാഭരണങ്ങൾ തുറന്ന് നേരെ രവിയുടെ മുന്നിലും വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേടിച്ച് വിറങ്ങലിച്ചൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് രവി ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? ഇത് രേവതിക്ക് കൊടുത്തല്ലേ? അതെ, രേവതിക്ക് കൊടുത്തു തന്നെയാണ്. അച്ഛനോട് പറഞ്ഞായിരുന്നല്ലോ അമ്മയുടെ കയ്യിൽ നിന്നും ആ സ്വർണ്ണാഭരണങ്ങൾ മേടിച്ചു തരാൻ. അതെന്തിനാണെന്നറിയാവോ? അപ്പോഴേക്കും രേവതിയും അവിടെ സംസാരിച്ചു തുടങ്ങുക. അത് അച്ചമ്മയ്ക്ക് ഒരു സ്വർണ്ണമാല മേടിച്ചു കൊടുക്കണമെന്നായിരുന്നു സച്ചേട്ടൻ്റെ ആഗ്രഹം. അതുകൊണ്ട് സച്ചേട്ടൻ്റെ പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് ആഭരണം വിറ്റിട്ട് അച്ചമ്മയ്ക്ക് ഒരു സ്വർണ്ണമാല മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇത് കേട്ട് നമ്മുടെ രവിയാണെങ്കിൽ അതപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു നിങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം മേടിച്ചതെന്ന്. പക്ഷേ എന്നിട്ട് എന്തായി? പിന്നെ എന്തിനാ ഇത് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? അപ്പോൾ വർഷം ചോദിക്കുകയാണ്, അത് ശരിയാണല്ലോ, എന്തിനാ ഇപ്പോൾ ഇത് ഞങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും പറയാം, പക്ഷേ ഇത് വിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ജ്വല്ലറിയിൽ പോയായിരുന്നു. ജ്വല്ലറി പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള ആൾ പറഞ്ഞു ഇത് സ്വർണ്ണമല്ല, ഗോൾഡ് കവറിങ് ആണെന്ന്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ്. ചന്ദ്രയ്ക്കും അവിടെ കൈയും കാലും കിടന്നങ്ങനെ വിറയ്ക്കുക. ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തലയും കുനിച്ചിങ്ങ് നിൽക്കുകയും ചെയ്യാണ്. റോൾഡ് ഗോൾഡോ എന്ന് രവി ചോദിക്കുകയാണ്. അതെ അച്ഛാ,
ആ സ്വർണ്ണക്കടയിലൊക്കെ അയാളില്ലേ, അയാൾ പറയാ ഇത് സ്വർണ്ണമല്ല റോൾഡ് ഗോൾഡ് ആണെന്ന്. അയാൾ ഒരച്ചു വരെ കാണിച്ചു, അത് സ്വർണ്ണമല്ലാന്ന് ഞങ്ങളുടെ മുന്നിൽ തെളിയിക്കുകയും ചെയ്തു അച്ഛാ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് റോൾഡ് ഗോൾഡ് ആയെന്ന്. അപ്പോൾ അയാള് പോലീസിനെ വരെ വിളിക്കാനായിട്ട് തയ്യാറായിരുന്നു. ഭാഗ്യത്തിനാ അവിടുന്ന് രക്ഷപ്പെട്ടത് അച്ഛാ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എടാ അതെങ്ങനെ സാധ്യമാവും? സ്വർണ്ണമല്ലേ നിങ്ങൾക്ക് തന്നത്, പിന്നെ എങ്ങനെയാണത് റോൾഡ് ഗോൾഡ് ആവുന്നത്? അത് തന്നെയാണ് അച്ഛൻ എൻ്റെയും ചോദ്യം. രേവതിയുടെ സ്വർണം അമ്മയുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്. ആ സ്വർണം എങ്ങനെ റോൾഡ് ഗോൾഡായി മാറി? അതെങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞേ മതിയാവുള്ളൂ അച്ഛാ. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരുക്കുമല്ല, എനിക്കതിന് കഴിയുമില്ല. അതുകൊണ്ടാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇത് പറയാമെന്ന് ഞാൻ വിചാരിച്ചത്. അച്ഛൻ തന്നെ പറ അച്ഛാ, ഇതെങ്ങനെയാണ് റോൾഡ് ഗോൾഡ് ആയത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി ആണെങ്കിൽ ചന്ദ്രേ, എന്താ ചന്ദ്ര ഈ കേൾക്കുന്നത്? രവിയേട്ടൻ കേട്ടത് തന്നെയാണ് ഞാനും കേട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ചന്ദ്രേ, നിന്റെ കയ്യിലല്ലേ രേവതി സ്വർണ്ണ ആഭരണങ്ങളെല്ലാം ഊരി തന്നത്, നീയല്ലേ സൂക്ഷിച്ചത്? പിന്നെ അതെങ്ങനെ റോൾഡ് ഗോൾഡ് ആയി മാറി? അത് കൊള്ളാം, എനിക്കെങ്ങനെ അറിയാം? ഇവള് വലിയ ശപഥമൊക്കെ ചെയ്ത് ഇവളുടെ ആഭരണങ്ങളെല്ലാം ഊരി എൻ്റെ കയ്യിൽ തന്നു. അതല്ല, ഞാൻ നേരെ കൊണ്ട് ഷെൽഫിൽ വെക്കുകയും ചെയ്തു. പിന്നെ രവിയേട്ടൻ പറഞ്ഞു ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം രേവതിക്ക് തിരിച്ചു കൊടുക്കണമെന്ന്. ഞാൻ അതേപോലെ തന്നെ എടുത്ത് രേവതിക്ക് തിരിച്ചു കൊടുത്തു. പിന്നെ എങ്ങനെയാണ് രവിയേട്ടാ അത് റോൾഡ് ഗോൾഡായി മാറുന്നത്? എൻ്റെ കയ്യിൽ തന്ന സാധനം തന്നെയാണ് ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊടുത്തത്. ഇത്രേ എനിക്കറിയോളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് കാലി വരികയാണ്. അമ്മേ, ഉരുണ്ട് കളിക്കാൻ നിൽക്കരുത്, സത്യം പറഞ്ഞോ, ഇതെങ്ങനെയാണ് റോൾഡ് ഗോൾഡായി മാറിയത്? നീ എന്താ എന്നെ ഭരിപ്പിക്കാൻ വേണ്ടി വരികയാണോ? എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ഭാര്യയോട് തന്നെ ചോദിക്ക്. അല്ല, നിന്റെ ഭാര്യയാണല്ലോ ഇത്രേ നാള് ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം ഇട്ട് നടന്നത്. അപ്പോൾ നമ്മുടെ രേവതി ചോദിക്കണം, അപ്പം അമ്മ പറയുന്നത് ഞാൻ അടിച്ചു മാറ്റിയെന്നാണോ? ഞാനാണിതെല്ലാം റോൾഡ് ഗോൾഡ് ആക്കി മാറ്റിയെന്നാണോ അമ്മ പറയുന്നത്? എടി, നീ നിന്റെ വീട്ടിൽ ഇടക്കിടക്ക് പോകുന്നുണ്ടായിരുന്നല്ലോ. ഈ ആഭരണങ്ങളിട്ട് തന്നെയല്ലേ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നേച്ചത്. അപ്പോൾ നിന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കാണും. ആ സമയത്ത് നീ നിന്റെ വീട്ടുകാർക്ക് സ്വർണ്ണാഭരണങ്ങളെല്ലാം ഊരി വിൽക്കാൻ കൊടുത്തിട്ടുണ്ടാകും. ഞങ്ങൾക്കാർക്കും സംശയം വരാത്ത രീതിയിൽ നീ അത് റോൾഡ് ഗോൾഡ് ആക്കി മാറ്റി അത് നീ നിന്റെ കഴുത്തിലിട്ട് നടന്നിട്ടുണ്ടാവും. എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ അത് സ്വർണ്ണങ്ങളെല്ലാം ഊരി എനിക്ക് തന്നു. ഇതാണ് സംഭവിച്ചിട്ടുണ്ടാവുക. അമ്മേ, അനാവശ്യം പറയാൻ നിൽക്കരുത്. എൻ്റെ വീട്ടുകാർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ അതൊന്നും കൂടുതൽ പറയണ്ട എൻ്റെ പൊന്നു മോളെ. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഞാനിതെല്ലാം അടിച്ചു മാറ്റിയെന്ന്. എന്നെ കളിയാക്കാനല്ലേ നീ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത്? അപ്പോൾ ഞാൻ നിൻ്റെ അമ്മയെ പറഞ്ഞാൽ എന്താ തെറ്റ്? ശരി, നീ പറഞ്ഞതുപോലെ നിൻ്റെ അമ്മ കള്ളി ആയിരിക്കില്ല. പക്ഷേ നിൻ്റെ വീട്ടിലൊരാളുണ്ടല്ലോ, ഒരു കള്ളൻ. അവൻ നേരത്തെ മുമ്പ് മോഷണം നടത്തിയിട്ടുണ്ട്. ഇത് കിട്ടഞ്ഞപ്പോഴേക്കും അമ്മേ, പറയുന്നതിലൊരു പരിധിയുണ്ട് അമ്മേ. അമ്മേ, എൻ്റെ വീട്ടുകാരമ്മ പറഞ്ഞു പോകരുത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രവിയാണെങ്കിൽ ചന്ദ്രേ, അവൻ നേരത്തെ ചെറിയൊരു പയ്യൻ, അവൻ അറിയാതെ ഒരു മോഷണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവൻ സത്യങ്ങൾ മുഴുവൻ തുറന്നു പറയുകയും ചെയ്തു. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. ഇപ്പം അവൻ മാന്യനായിട്ട് കോളേജിൽ പഠിക്കുകയാണ്. അവനെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എങ്കിൽ പിന്നെ നിങ്ങളുടെ അമ്മ തന്നെയായിരിക്കും റോൾഡ് ഗോൾഡ് കൊടുത്തത് എന്ന് പറയുമ്പോൾ രവി അവിടെ നിന്ന് ചാടി എണീറ്റിട്ട്, ചന്ദ്രേ, എൻ്റെ അമ്മയെ പറഞ്ഞു പോകരുത്. എന്തും പറയുന്നത് ഞാൻ സഹിക്കും, പക്ഷെ എൻ്റെ അമ്മയെങ്ങാനും പറഞ്ഞാൽ ശരിയാക്കും. എൻ്റെ സ്വഭാവം നീ ശരിക്കും അറിയും ചന്ദ്രേ എന്ന് ചന്ദ്രയെ വിലക്കാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ഒന്ന് പേടിച്ചു. അപ്പോൾ നമ്മുടെ രേവതിക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ്. അമ്മേ, അനാവശ്യം പറയരുത് അമ്മേ, ഞങ്ങളുടെ വീട്ടുകാർ അങ്ങനെ ഒരു ഇത് നടത്തില്ല. അപ്പം പിന്നെ എന്ത് ചെയ്യാനാ? അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ ഇപ്പം എല്ലാവരെയും കുറ്റം പറഞ്ഞല്ല അമ്മ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ രണ്ട് കാലുള്ള കള്ളൻ, സ്വർണങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ഒളിച്ചോടുന്നവൻ. ഇവൻ സുധി, അച്ഛൻ്റെ 50 ലക്ഷം രൂപയും കൊണ്ടൊക്കെ മുങ്ങിയവനല്ലേ ഇവൻ. അപ്പം പിന്നെ അവനെ സംശയിക്കാമല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് കൊള്ളാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ അതിനെ ശ്രുതിക്കേ അങ്ങനെ എടുത്തോ ഓടേണ്ട ആവശ്യമില്ല. അവനിപ്പോൾ നല്ല ബിസിനസ് മാഗ്നറ്റാണ്. അവന് ലക്ഷങ്ങളാണ് ഇപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ നക്കാപ്പിച്ച സ്വർണ്ണമൊന്നും എൻ്റെ ശ്രുതിക്ക് വേണ്ട എന്നവിടെ സംസാരിക്കുകയാണ്. പൗഡറേട്ടത്തി, കൂടുതലൊന്നും പറയാൻ നിൽക്കരുത്.
പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സംഭവങ്ങളെല്ലാം പൊക്കി നിർത്തേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെയും വായോടെ അടക്കുക. അപ്പോഴേക്കും വർഷയാണെങ്കിൽ ശരി ഇതിലൊരു തർക്കം വേണ്ട, സ്വർണ്ണാഭരണങ്ങളെല്ലാം എങ്ങനെ റോൾഡ് ഗോൾഡായി, ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിനെ അറിയിക്കാം, പോലീസ് അവർ വരട്ടെ എന്നേ, അവർ വന്നിട്ട് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതി ഞെട്ടിപ്പോയി. ശ്രുതിയാണെങ്കിൽ പോലീസോ, എന്തിനാ പോലീസിനെയൊക്കെ വരുത്തുന്നത്, എന്താ സുധിയേട്ടാ പോലീസ് എന്ന് പറഞ്ഞപ്പോൾ സുധിയേട്ടനൊന്നും ഞെട്ടിയത് എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. ഞെട്ടാനോ ടെൻഷനോ? എനിക്കങ്ങനെ ഒരു ടെൻഷനും ഇല്ല. അല്ല, പോലീസിനെയൊക്കെ വിളിച്ചറിയിച്ച് എന്തിനാണ് നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്നത്? നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നമല്ലേ, അത് നാട്ടുകാരെ അറിയിച്ച് എന്തിനാണ് വെറുതെ നാണം കെടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചിയാണെങ്കിൽ ഒരു പോലീസിനെ വിളിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇതെങ്ങനെ തെളിയിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇത് തെളിയിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തും. അപ്പോ ഇവിടെ ചിലവർ കിടന്ന് വിറയ്ക്കും. അതായിരിക്കും ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് രേവതിയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സുധിയാണെങ്കിൽ ചന്ദ്രയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് വരികയാണ്. എൻ്റെ പൊന്നമ്മ രക്ഷപ്പെട്ടല്ലോ. എന്നാലും അമ്മ എങ്ങനെയാ അമ്മേ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്നെ, അമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിലേ പെട്ടുപോയാനായിരുന്നു. അമ്മയുടെ ബുദ്ധി ഞാൻ സമ്മതിച്ചു അമ്മ ഞാൻ സമ്മതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അമ്മയിട്ട് ഇങ്ങനെ പുകഴ്ത്തി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര പറയാ, വിടറാ, എൻ്റെ കയ്യിൽ നിന്ന് വിടാനാ പറഞ്ഞത്. അവൻ്റെ ഒരു പുകഴ്ത്തല്, എൻ്റെ കൈയും കാലും കിടന്ന് അവിടെ നിന്ന് വിറച്ച് ഞാൻ കിടന്ന് വേർത്ത് ഉരുകയായിരുന്നു. അവൻ്റെ ഒരു പറച്ചില്, ദേ സച്ചിയും രേവതിയും വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മ അവർക്കൊരു സംശയമില്ലെന്നേ, എല്ലാം തീർന്നു. എന്ത് സംശയമില്ലെന്ന്? അവർക്ക് സംശയം മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞൊന്നും അവർ വിശ്വസിച്ചിട്ടില്ല. രേവതിയും സച്ചിയും മുൻകൈയെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോ അവർ സത്യം കണ്ടെത്തുക തന്നെ ചെയ്യും. നീ ഇനി ഒരു കാര്യം മാത്രം ചെയ്യാനുള്ളൂ സുധി, നീ എത്രയും പെട്ടെന്ന് അവരുടെ സ്വർണം തിരിച്ചെടുത്തോണ്ട് വന്നോ, അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയണം. അമ്മേ എടുത്തിട്ട് പുതിയത് സ്വർണം എടുക്കാനോ? അതിന് 5 ലക്ഷം രൂപ വേണ്ടേ അമ്മേ? ഞാൻ എവിടെ പോയി എടുക്കാനാ? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. അവർ സത്യങ്ങൾ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ നീ ആ സ്വർണ്ണാഭരണങ്ങൾ എൻ്റെ മുന്നിൽ എത്തിച്ചോളണം. അല്ലെങ്കിലുണ്ടല്ലോ സുധി, നീ എൻ്റെ താനി കോണം മനസ്സിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര പോയി കഴിഞ്ഞപ്പോഴേക്കും സുധി പെട്ടു എന്നൊരവസ്ഥയിലായി പോവുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.